ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതല്ല ഇതിൻ്റെ തൊട്ട് മുന്നേ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഹോം ടൂറും പിന്നെ 4 ടയർ കേക്കിൻ്റെ വീഡിയോ. അപ്പോൾ അതിനൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാ. അപ്പോൾ അതിൽ തന്ന സപ്പോർട്ട് ഇനിയുള്ള വീഡിയോക്കൊക്കെ തരണേ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമുക്ക് അത്യാവശ്യം വർക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ സാധാ നമ്മൾ മാം ട്യൂബി കേക്ക് ബ്ലൂ പിങ്ക് ആ കളറിലല്ലേ ചെയ്യാം. അപ്പം ഇത് അവർ റെഫറൻസ് പിക്ക് കിട്ടുന്നതാണ്. അപ്പം ഒരു വെറൈറ്റി മോഡലായിരുന്നു അത്. പിന്നെ വന്നിട്ട് ഇത് 2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഇതായിരുന്നു കേട്ടോ. അപ്പം ഇത് വീഡിയോയിൽ തന്നെ 2-3 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻറ്ററിൽ വെക്കണം കേക്ക്, മേലത്തെ കേക്ക് സെൻറ്ററിൽ വെക്കണം, അങ്ങനെ ബാക്കിലേക്ക് വെക്കരുതെന്ന്. പക്ഷേ ബാക്കിലേക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് 2 കിലോന് 7 ഇഞ്ചും 5 ഇഞ്ചും അങ്ങനെ കേട്ടോ ചെയ്തുള്ളത്. അപ്പോൾ നന്നായിട്ട് ഹൈറ്റ് കിട്ടും. അപ്പോൾ നമ്മളെ സ്പേസ് കുറവായിരിക്കും, നടുവിലുള്ള സ്പേസ്. അപ്പോൾ അതിനാണ് കുറച്ചൊന്ന് ബാക്കിലേക്ക് ആക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ലൊരു ഹൈറ്റും തോന്നിക്കും, സ്പേസും ഉണ്ടാവും. പിന്നെ ബാക്കല്ല, കുഴപ്പമില്ല. അങ്ങനെ അത് കാരണം ഞാൻ അറിയാണ്ടല്ല, ഞാൻ ഇതേപോലെ ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ വന്നിട്ടൊരു 1/2 kg ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കേക്കിൻ്റെ വർക്കിലോട്ടുന്നത്. അപ്പോൾ ഇതൊരു രാവിലെ ഒരു 12 മണിക്കുള്ളിൽ ഡെലിവറി ചെയ്യേണ്ട കേക്കുകളായിരുന്നു കേട്ടോ. അല്ലാതെ 2 കേക്ക് 3 കേക്കൊക്കെ 2 ടയർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്ഥലമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഇത് പിന്നെ വൈകിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. വൈകിട്ട് 3 മണിക്കൊക്കെ കൊടുക്കാനുള്ള കേക്കായിരുന്നു. അപ്പം ഇത് ചാവക്കാടുക്കുള്ള കേക്കായിരുന്നു കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത കേക്കായിരുന്നേ. അപ്പോൾ അവർ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്, അവിടെ ഇഷ്ടംപോലെ ഹോം ബേക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് കേക്ക് മേടിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് വാങ്ങിച്ചാന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. കാരണം നമ്മളിത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നേ. കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു. ഈ കേക്ക് വന്നിട്ട് ചാവക്കാട് ബേബി റോഡ് ആ ഭാഗത്തേക്കായിരുന്നു കേക്ക്. അത്യാവശ്യം ലോങ് ഉണ്ടായിരുന്നു കേട്ടോ. സേഫായിട്ട് അവിടെ എത്തിക്കാൻ പറ്റി. അങ്ങനെ എന്നിട്ട് പിന്നെ ഈ കേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു. ആ വെഡ്ഡിങ് കേക്ക് 1.5 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അത് ഇതേപോലെ ഒരു ഹോം ബേക്കർ തന്നൊരു വർക്കായിരുന്നു. അവളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം നമുക്ക് തന്നൊരു വർക്കായിരുന്നു. അപ്പോൾ അവർ റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ഹൈറ്റ് ഉണ്ടായിട്ടൊരു കേക്കായിരുന്നു കേട്ടോ. അത് 3 കിലോൻ്റെ കേക്കറ്റാന്ന് തോന്നുന്നുണ്ട്. അപ്പം അത് 1.5 കിലോയിൽ ചെയ്യുമ്പോൾ ചെറുതല്ല. അത്ര എനിക്കാണെങ്കിലോ ഈ വൈറ്റ് റെഡ് അതൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റ് കിട്ടേ. ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുമ്പോൾ ആ വൈറ്റിൻ്റെ അത്ര ഹൈറ്റ് കിട്ടൂല. അങ്ങനെ എന്നിട്ട് ഹൈറ്റ് കുറവായിരുന്നു കേട്ടോ മറ്റേ വെഡ്ഡിങ് കേക്ക് ചെയ്തപ്പം. നമ്മളിതിൻ്റെ മുന്നിട്ട 4 ടയർ കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടിട്ടാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു വ്ളോഗർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് 3 ടയർ കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിനുള്ളത്. അപ്പോൾ ആ കേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നതും അതൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു ചമ്മലായിരുന്നു, എങ്ങനെ വീഡിയോയുടെ മുന്നിൽ നിൽക്കുന്നുള്ള, ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നുള്ളൊരു ചമ്മലുണ്ടായിരുന്നു. പക്ഷേ ഇതറിയണ കുട്ടി തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ തന്നെ അവൻ്റെ പെങ്ങന്മാരൊക്കെ കേക്ക് എടുക്കുന്നത് നമ്മളെ തന്നെ അറിയണ കുട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതാണ്ടാ ഞാൻ പറഞ്ഞ വെഡ്ഡിങ് കേക്ക് 1.5 കിലോൻ്റെ കേക്കായിരുന്നു. അങ്ങനെ ഇത് ഡെക്കറേഷൻ ചെയ്ത് അവർ തന്ന മോഡലിനെക്കാട്ടും വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അവർ തന്ന അതേ മോഡൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്ലവറും ഒരു ഗോൾഡൻ ലീഫ് വെച്ചിട്ടുള്ളതായിരുന്നു. അതിന് പകരം ഞാൻ വേറെ ഗോൾഡൻ ലീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അത്. അങ്ങനെ പിന്നെ ഇതും ഡെലിവറി ചെയ്ത് വേറൊരു കേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഡെലിവറി ചെയ്ത് ഹാപ്പി ആയിട്ടാ. അത് 1/2 kgൻ്റെ റെഡ് വെൽവെറ്റ് കേക്കായിരുന്നേ. പിന്നെ ഇതാണ് ആ കേക്ക് കേട്ടോ, ഹാർട്ട് ഷേപ്പിലുള്ള കേക്കായിരുന്നു. അപ്പോൾ എല്ലാ കേക്കിൻ്റെ പിക്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.